ഷാമ്പൂവും കണ്ടീഷണറും ആണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ട് ഒരു സിറം, എനിക്കത് വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഹലോ ബേബ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ കുറേ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഹോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ലല്ലേ, ഞാൻ ഇതിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പറയാനും. പ്ലീസ് എക്സ്ക്യൂസ് ദ സൗണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു, ഞാൻ കുറേ പ്രോഡക്ട്സ് ഒക്കെ ഹോൾ വീഡിയോസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ജെന്യുവിൻ റിവ്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂസാണ് നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്യുന്നത്. കൊള്ളില്ലെങ്കിൽ ഞാൻ കൊള്ളില്ലെന്ന് പറയും, പിന്നെ നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്ത നമ്മുടെ മെട്രിക്സിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും ആണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മുടി ഓൾറെഡി ബൊട്ടോക്സ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ബൊട്ടോക്സ് ചെയ്യുമ്പോൾ നമുക്ക് QODയുടെ ഒരു ഷാമ്പൂവും കണ്ടീഷണറാണ് അവർ പ്രിഫർ ചെയ്ത് തരുന്നത്. അത് ആക്ച്വലി അതൊരു 6 monthsോളം ആ ഒരു ബോട്ടിലുണ്ട്, കാരണം വലിയ ബോട്ടിലാണ്. പക്ഷെ ടുഗെദർ നമുക്കൊരു അറൗണ്ട് 2000 സംതിങ് ആകും ഈ രണ്ടും കൂടെ വാങ്ങുമ്പോൾ. അപ്പോൾ അതിൽ നിന്നും ഞാൻ അത് യൂസ് ചെയ്ത് തീർന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു ഓൾട്ടർനേറ്റീവ് ഷാമ്പൂവും കണ്ടീഷണറായിരുന്നു ഈ മെട്രിക്സിൻ്റെ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണർ എന്ന് പറയുന്നത്. സ്മൂത്ത് സ്ട്രേറ്റ് ഷിയ ബട്ടർ ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ആക്ച്വലി. പിന്നെ പ്രൊഫഷണൽ ഷാമ്പൂ ഫോർ അൾട്രാ സ്മൂത്ത് ഹെയർ ആണ്. അപ്പം ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് സെയിം ബൊട്ടോക്സ് ചെയ്ത ഹെയർ തന്നെ എനിക്ക് നിലനിൽക്കാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് കണ്ടീഷണർ ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നു. ഷാമ്പൂ എന്തിട്ടാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടീഷണർ തീർന്നപ്പം ഞാൻ എൻ്റെ നിന്ന് നോർമൽ കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങി. നോർമൽ അല്ല, നമ്മുടെ പ്രൊഫഷണൽ, നമ്മുടെ ഈ ബൊട്ടോക്സ് ഹെയറിന് തന്നെ ചേരുന്ന റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്തു. അത് ഇപ്പം വെയിറ്റ് എ മിനിറ്റ്, ഞാൻ അതെടുത്തിട്ട് ദിസ് വൺ ബയോലോഗിൻ്റെ സ്മൂത്ത് പ്രൂഫ് കെമേലിയ കണ്ടീഷണർ. സ്മൂത്ത് ഫ്രിസി ഹെയർ ആണ് ആക്ച്വലി ഇത്. പക്ഷെ ബൊട്ടോക്സ് ഹെയറിനൊക്കെ നല്ലതെന്ന് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ മെട്രിക്സിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഞാൻ QODയുടെ അത്രയും റേറ്റ് കൂടിയ ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ എനിക്കിത് യൂസ് ചെയ്തപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു. ഇതുവരെ എൻ്റെ വീടിൻ്റെ അവിടെ കൂടെ വണ്ടികൾ ഒന്നും പോകുന്നില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അതെല്ലാം വരാനുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മെട്രിക്സിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ അടിപൊളിയാണെന്നുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത് ആക്ച്വലി ബൊട്ടോക്സ് അല്ലാത്ത ഹെയർ, ഫ്രിസി ഹെയർസ് ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടീഷണറിൻ്റെയും ഷാമ്പൂവിൻ്റെയും മെട്രിക്സിൻ്റെ കണ്ടീഷണറിൻ്റെ ഷാമ്പൂവിൻ്റെ റിവ്യൂ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വൺ ഓഫ് ദി ബെസ്റ്റ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് ഷാമ്പൂ പ്ലസ് കണ്ടീഷണർ ഏകദേശം 640 rupeesനായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ആണ് കേട്ടോ. ഫ്രീസി ഹെയറിനൊക്കെ കൂടുതൽ നന്നായിരിക്കും ഇതിൻ്റെ കണ്ടീഷണറൊക്കെ. അപ്പം അങ്ങനെ അതിൻ്റെ കഴിഞ്ഞു നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോയാലോ. ഈ പ്രൊഡക്റ്റ് ആണ് ഗൈസ് ഈ ഒരു ഹെയർ സിറം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് സിറം വിത്ത് ക്ലിംബസോൾ പ്ലസ് ഇലാസ്റ്റ പ്ലസ് പഴോട്ടോൺ ഓണമൈൻ അതിൻ്റെ കുറേ കെമിക്കൽസ് ഒക്കെ എഴുതിയിട്ടുള്ളൊരു നല്ല റേറ്റുള്ള ഒരു സിറമാണ്. ഞാൻ ആൻറ്റി ഡാൻഡ്രഫ് സിറം എന്ന് കണ്ടതുകൊണ്ടാണ് ചാടിക്കയറി വാങ്ങിച്ചത്. പക്ഷേ ഞാൻ എന്ത് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റിവ്യൂസൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ കുറേ പേർക്ക് ഇത് ബെസ്റ്റാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുമ്പം, കാരണം യൂസ് ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു. ആക്ച്വലി എൻ്റെ തലയിലെ താരെന്ന് പറഞ്ഞാൽ പൊടിയായിരിക്കും. പക്ഷെ ഇത് യൂസ് ചെയ്ത നെക്സ്റ്റ് ഡേ തൊട്ട് അതിങ്ങനെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഒരു ലെയർ വെച്ചിട്ട് ഇളകി വരില്ലേ, അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഡേ ഓഫ് കോഴ്സ് നമ്മുടെ ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒക്കെ കുറയാറുണ്ട്. പക്ഷെ ഡാൻഡ്രഫിന് ഒരു കുറവില്ല. എനിക്കത് വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് ഇത്. അപ്പം ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതെനിക്ക് വർക്കായിട്ടില്ല. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ടു യു ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത ഓക്കെ വെയിറ്റ്, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ബോട്ടിലിന് 500 rupees ആയിരുന്നു. പിന്നെ താരം പോകാൻ വേണ്ടി ഞാൻ ഇന്നും ചെയ്യും, അതുകൊണ്ട് ഞാൻ വാങ്ങിയതായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 monthsോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുമ്പോഴെങ്കിലും ഇതിൻ്റെ ഈ ഒരു ചിലപ്പം താരം ഫുള്ളി പോകുമായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റും അങ്ങനെ നമുക്ക് അത്ര എഫക്റ്റ് ആയിട്ട് തോന്നില്ലല്ലോ. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കി. പക്ഷെ സ്റ്റിൽ എനിക്കിത് ഇച്ചിങ് ഇറിറ്റേഷൻസ് കുറയുന്നുണ്ട്. നമ്മുടെ അല്ലാതെ ഡാൻഡ്രഫിൻ്റെ അളവിനൊന്നും ഒരു വ്യത്യാസമില്ല, കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ.
അപ്പം ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിൽ പോവാം. ഓക്കെ ഗൈസ്, സോ ഡാൻഡ്രഫ് പോകാൻ പിന്നെയും എനിക്ക് ഡാൻഡ്രഫ് പോകാൻ പിന്നെയും ഹെൽപ്പ് ചെയ്ത ഒരു ഷാമ്പു ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഫെനുഗ്രീക്. നമുക്കത് ഓൾറെഡി അറിയാമല്ലോ, ഫെനുഗ്രീക് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം യൂസ് ചെയ്ത് ഹെയർ നല്ലോണം വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഫുള്ളി മാറുമെന്നല്ല, പക്ഷെ ഒരു പരിധി വരെയൊക്കെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഷാമ്പു ഹെൽപ്ഫുള്ളാണ്. സോ ഇതിൻ്റെ അകത്ത് ഫെനുഗ്രീക്, ബയോട്ടിൻ ആൻഡ് ഓൾസോ റെഡൻസിലാണ് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഡാൻഡ്രഫിന് ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു കണ്ടീഷണറാണ് കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്, അതാണ് ഇതിൻ്റെ ബോട്ടിൽ എങ്ങനെ ഇരിക്കുന്നത്. ഇത് പിൽഗ്രിമിൻ്റെ സീക്രട്സ് ഓഫ് ജിജു ഐലൻഡ് എന്ന് പറഞ്ഞ ആർഗൻ ഓയിൽ ഹെയർ കണ്ടീഷണറാണ്. ഇതും നല്ലൊരു ഹെയർ കണ്ടീഷണറാണ്. സോഫാർ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫ്രിസി ഹെയറിനെയൊക്കെ ഫ്രിസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ, ഫുള്ളി കൺട്രോൾ ചെയ്യാനല്ല, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കണ്ടീഷണറാണ് പിൽഗ്രിമിൻ്റെ ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 ആണ് ഈ ഒരു ബോട്ടിലിന്. സോ പിന്നെ മറ്റൊരു റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഈ ഒരു ഷാമ്പൂവിൻ്റെ റേറ്റ് 309. ഇപ്പോൾ കൂടിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലായിരിക്കും, എന്തായാലും നല്ലൊരു സംഭവമേ. ഇത് നിങ്ങൾ യൂസ് ചെയ്തോ. ഇത് ഒരു പരിധി ഞാൻ പറഞ്ഞുള്ളൂ, ഫുള്ളി ഞാൻ പറയുന്നില്ല. അതിനൊരു ബെസ്റ്റ് സാധനമാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു ഡിയോഡ്രൻ്റ് ആണ്. സോ ഇത് ഞാൻ പ്ലമ്മിൻ്റെ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്ലമ്മിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കുറേ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടി. ഓക്കെ, അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി ഒരു നമ്മുടെ വാനില വാക്സിൻ്റെ ഒരു ഡിയോഡ്രൻ്റ് ആണ്. 4% ലാക്റ്റിക് ആസിഡും 1% ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെയുള്ള ഒരു 50 ml ഒരു ഡിയോഡ്രൻ്റ് ആണിത്. ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 300 rupees ആണ്. ഇതിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്മെല്ല് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെയാണുള്ളത്, പക്ഷേ ലോങ് ലാസ്റ്റിങ്ങേ അല്ല. ഞാൻ നിവ്യയുടെ ഡിയോഡ്രൻ്റ് ആണ് ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിരുന്നത്. പക്ഷേ ടു ബി ഫ്രാങ്ക്, എനിക്ക് നിവ്യയുടെ ഡിയോഡ്രൻ്റ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും ഫ്രഷ്നെസ് തരുന്നതായിട്ട് ഫീൽ ചെയ്തത്. ഇത് വാനില വാക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്മെൽ ഉണ്ടാവും, പക്ഷേ ആഫ്റ്റർ ഒരു 1 hour ഒക്കെ കഴിയുമ്പം എനിക്കതിന് വേറെ എന്തോ ഒരു സ്മെല്ലായിട്ട് തോന്നും. നമ്മുടെ ആ ഒരു സ്വെറ്റും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല് എനിക്കിഷ്ടപ്പെടുന്നേ ഇല്ല. നമുക്കത് സ്വയം കിട്ടും. പക്ഷേ നമ്മൾ ഓൺ ദ അതർ ഹാൻഡ് നമ്മളിപ്പോൾ നിവ്യ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഒരു ഫുൾ ഡേ എന്തായാലും ഫ്രഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെനിക്ക് വലിയ 48 hours എന്നൊക്കെയാണ് ഇവർ നിൽക്കുന്നത് കാര്യം. പക്ഷേ എനിക്ക് അത്രയൊന്നും തോന്നിയിട്ടില്ല. 1 hour പോലും ഇത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഡിയോഡ്രൻ്റെ റിവ്യൂ. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോയാലോ. വെയിറ്റ്, ഇതിൻ്റെ റേറ്റ് 300 rupees ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നല്ലേ. വെയിറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തണം അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആണ് ഒരു സിറം. ഇത് ഞാൻ പറഞ്ഞായിരുന്നു, അഫോർഡബിൾ റേറ്റിൽ ഒരു സിറം തപ്പിപ്പോൾ കിട്ടിയതാണിത്. ഇതിൻ്റെ റേറ്റ് 300 rupees ആയിരുന്നു. നോർമലി ഫേസ് സിറത്തിനൊക്കെ നല്ല റേറ്റ് വരാറുണ്ട്. ഇത് എർത്ത് റിതം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു ബ്രാൻഡ് കേൾക്കണ തന്നെ 2% സാലിസിലിക് ആസിഡ് സെബം കൺട്രോൾ ആയിട്ടുള്ളൊരു ഫേസ് സിറമാണ്. ഇതിൻ്റെ പറയുകയാണെങ്കിൽ വലിയ ചേഞ്ച്, ഇങ്ങനെ ഒരു പമ്പൊക്കെയാണ്, വലിയ ചേഞ്ചൊന്നും ഇല്ല. മുഖത്ത് നമുക്ക് ടോണർ ഇട്ട് കഴിയുമ്പോൾ ഒരു സിറം യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വെച്ചിട്ട് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഫേസിൽ. സെബം കൺട്രോളും ഒന്നും, എനിക്ക് ഓയിൽ കൺട്രോൾ ഒന്നും തോന്നിയിട്ടില്ല. ഇതെനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ടോണർ ഇട്ട് കഴിയുമ്പോൾ മുഖത്ത് എന്തെങ്കിലും ഇണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിച്ചോ, ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പം ഇത്രയും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചെയ്തത് ഗൈസ്. അപ്പം ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പം ഇനി കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഓക്കെടാ, ബൈ.